മുസ്ലിം ലീഗ് കാത്തിരിക്കുകയാണ് ഹൈക്കമാൻഡിന്റെ ആ പ്രഖ്യാപനത്തിന് വേണ്ടി. കാത്തിരിപ്പ് ഇന്ന് തീരും. ഇന്നലെ നിർണായകമായ യോഗമുണ്ടായിരുന്നു. ഹൈക്കമാൻഡ് പറയുന്ന പേര് എന്തായാലും ആരായാലും മുസ്ലിം ലീഗ് അംഗീകരിക്കുമോ അരുൺ? ആര്യ, ഗുഡ് മോർണിംഗ്. ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നേതാക്കൾ പോലും അതിന് കൃത്യമായ മറുപടി തന്നില്ല എന്നുള്ളതൊരു സൂചന കൂടിയാണ്. മുസ്ലിം ലീഗ് ഒരടി പോലും അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് തുടക്കം മുതലേ ജനവികാരം മാനിക്കണം, ജനവികാരം വി ഡി സതീഷിനൊപ്പമാണ് എന്നുള്ളൊരു നിലപാടാണ് മുസ്ലിം ലീഗ് എടുത്തത്. അത് AICC നിരീക്ഷകരെ ഉൾപ്പെടെ അറിയിച്ചു, ഹൈക്കമാൻഡിനെ അറിയിച്ചതുമാണ്. അന്നുൾപ്പെടെ PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോഴും പ്രതികരിച്ചത് നമ്മൾ കേട്ടതാണ്. നമ്മൾ അറിയിച്ചിട്ടുണ്ട്, ഇനി നമ്മളെയും അറിയിക്കാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രഖ്യാപനത്തിന് മുമ്പ് എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ പല തരത്തിലുള്ള നീക്കങ്ങളും നടന്നിട്ടുണ്ട് ഇത്തരത്തിൽ ലീഗിനെ സ്വാധീനിക്കാനുള്ളത്. അതിലൊക്കെ വന്നപ്പോഴും ഇത്തരത്തിലൊരു വിഭാഗം പ്രതീക്ഷിക്കുന്നത് ഹൈക്കമാൻഡിൻ്റെ ഏത് നിലപാട് വന്നാലും ഞങ്ങൾ പിന്തുണയ്ക്കുമെന്നൊരു ലീഗിൻ്റെ പ്രതികരണം മാത്രമാണ്. പക്ഷെ അതുപോലും ലഭിക്കുന്നില്ല എന്നുള്ള തരത്തിലാണ് ഇന്നലെയുള്ള പ്രതികരണം നമ്മൾ കണ്ടത്. അപ്പോൾ വ്യക്തമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ വി ഡി സതീശനാണ് പ്രഖ്യാപനം വരുന്നതെങ്കിൽ ലീഗ് അത് ആ നിമിഷം തന്നെ സ്വാഗതം ചെയ്യും. ഇനിയിപ്പോൾ KC വേണുഗോപാൽ ആണെങ്കിൽ എന്താണ് എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അവിടെയും ഒരുപക്ഷെ ലീഗ് പ്രത്യക്ഷത്തിൽ സ്വാഗതം ചെയ്യാം. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള അത്തരത്തിലുള്ള അപസ്വരങ്ങളിലൊക്കെ ഉയരുകയാണെങ്കിൽ ലീഗ് അതിനോട് ചേർത്ത് വെച്ച് തന്നെ ഒരു വിമർശനം ഉയർത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്നാൽ ഒരു കടുത്ത നിലപാടിലേക്കൊന്നും ലീഗ് പോകുമെന്ന് കരുതുന്നില്ല. പക്ഷേ ലീഗിൻ്റെ അതൃപ്തി ഉണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ അറിയിക്കുമെന്നുള്ളതാണ് ലീഗിൻ്റെ സ്റ്റാൻഡ്. പിന്നെ തുടക്കം മുതൽ തന്നെ ഇത്തരത്തിൽ ഒരു തരത്തിൽ പോലും വിട്ടുവീഴ്ച ചെയ്യാത്തൊരു നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ചു എന്നത് വളരെ ശ്രദ്ധേയമാണ്, വളരെ സുപ്രധാനമാണ് എന്നുള്ളതാണ്. വി ഡി സതീശനാണ് പ്രഖ്യാപനം വരുന്നതെങ്കിൽ അവിടെ ലീഗിൻ്റെ നിലപാട് എന്തായാലും എടുത്തു പറയേണ്ടി വരും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മുസ്ലിം ലീഗിൻ്റെ ആ നിലപാട് ഇപ്പോഴും വി ഡി സതീശനൊപ്പം തന്നെയായിരുന്നു. ഒപ്പം തന്നെ വളരെ സ്റ്റേണായി ഒരു ശക്തിക്കും മുസ്ലിം ലീഗിന്റെ നിലപാടിൽ ഇടപെടാൻ സാധിക്കാത്ത വിധത്തിൽ മുസ്ലിം ലീഗ് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ നേതൃയോഗം കഴിഞ്ഞപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അരുൺ, എന്തായാലും അത് പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു പക്ഷേ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ അതിൽ ഘടകകക്ഷിയായ ഏറ്റവും കൂടുതൽ സീറ്റുള്ള 22 സീറ്റുമായി നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ ആ നിലപാട് അത് വളരെ നിർണായകം തന്നെയാണ്. സോണിയാഗാന്ധിയുടെ ഇടപെടൽ, അത് മുസ്ലിം ലീഗ് അവരുടെ നിലപാട്, അവരുടെ നേതാവ് ആരാണ്, അവർ മുഖ്യമന്ത്രിയായി കാണാൻ ആരെയാണ് ആഗ്രഹിക്കുന്നത്, ഈ കാര്യം കൃത്യമായി തന്നെ ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ അപ്പം പാണക്കാട് തയ്യാറാണ്, ആ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്ക് അത് കഴിഞ്ഞിട്ട് വേണം അവരുടെ മന്ത്രി ചർച്ചകളിലേക്കൊക്കെ കടക്കാൻ, ആ പടക്കം ഒന്ന് പൊട്ടിക്കാൻ പാണക്കാട് കുടുംബത്തിന്.